നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം, സങ്കരണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അഥവാ സങ്കരണം എന്ന് പറയുമ്പോൾ ഓർബിറ്റലുകളിൽ ഈ ഊർജത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത ഓർബിറ്റലുകൾ തമ്മിൽ അവയുടെ ഊർജം പുനർവിന്യസിക്കുന്നതിലേക്കായി പരസ്പരം കൂടിക്കലരുകയും ഊർജത്തിലും ആകൃതിയിലും ഒരുപോലെയുള്ള പുതിയ ഓർബിറ്റലുകൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ഊർജത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത ഓർബിറ്റലുകൾ അവയുടെ ഊർജം പുനർവിന്യസിക്കുന്നതിലേക്കായി പരസ്പരം കൂടിക്കലരുകയും ഊർജത്തിലും ആകൃതിയിലും വ്യത്യാസമില്ലാത്ത പുതിയ ഓർബിറ്റലുകൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു BeCl2 എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ BeCl2 എന്ന് പറയുമ്പം ഇതിനകത്തെ സെൻട്രൽ ഇലമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. Be ആണ്. Be. അതിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് 4 ആണെന്നറിയാം. എന്നിട്ടോ അതിൻ്റെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. അപ്പോൾ 1s2 ആണ്, 2s2 ആണ്. അപ്പോൾ ഈ 1s2 2s2, ഈ 2s2 ഔട്ടർ മോസ്റ്റ് ഷെല്ലല്ലേ, ഇത് ഞാൻ പ്രത്യേകം ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ 2s2 വരച്ചു, 2s2 ഇങ്ങനെ വരച്ചു വെച്ചേക്കുകയാണ്. അതിനകത്ത് എന്തുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും എനർജി കുറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും എനർജി കുറഞ്ഞ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് പറയുക കേട്ടോ. എന്ത് പറയും? ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ സെൻട്രൽ എലമെൻ്റ് ആയ ബെറീലിയം, അപ്പോൾ എന്താണ് അത്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 1s2 2s2. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്നത് 2s2 ആണ്. അങ്ങനെ 2s2 വരുമ്പോൾ അത് ഞാനൊന്ന് പ്രത്യേകമായിട്ട് ഇങ്ങനെ വരച്ചു വെച്ചേക്കുകയാണ്. അപ്പോൾ അത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, കോൺഫിഗറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ എനർജി അറ്റൈൻ ചെയ്ത് മാക്സിമം ലീസ്റ്റ് എനർജിയിലായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനിപ്പോൾ 2s2 അല്ലേ ഇങ്ങനെ വരച്ചേക്കുന്നത്, ഈ 2s2 ഇങ്ങനെ വരച്ചേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ട്? 2p ഉണ്ട്, 2p അല്ലേ? അപ്പോൾ അവിടെ അതൊരു 3 ഓർബിറ്റലുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, 3 കോളംസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടോട്ട് ഇങ്ങനെ ക്ലോറിൻ വരികയാണ് കേട്ടോ. ഏതാണ്? ക്ലോറിൻ എലമെൻറ്റുകൾ. ക്ലോറിനുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരത്തില്ല, സെൻട്രൽ എലമെൻറ്റിനാണ് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ക്ലോറിൻ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതിന് പരസ്പരം ഇപ്പോൾ എനർജി മാക്സിമം ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിട്ട് ഇരിക്കുകയല്ല. അപ്പോൾ ഇതൊരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പുതിയ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വാലൻസ് മോൾ തിയറി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇലമെൻറ്റിന് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ഓർബിറ്റലായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ അതിന് പരസ്പരം പുതിയ മോളിക്യൂളുകളുമായിട്ട് കൂടിക്കലരാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. പുതിയ ഇലക്ട്രോണുകളുമായിട്ട് കൂടിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ക്ലോറിൻ ഇങ്ങോട്ട് വരുമല്ലേ, ഈ ക്ലോറിൻ ഇങ്ങോട്ട് വരുമ്പം ഇതിലൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യുമെന്ന് അറിയുമോ, ഇതിലൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടങ്ങ് മാറും. അപ്പോൾ ഇവിടെ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വന്നു വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ BeCl2 സെൻട്രൽ ആറ്റം B ആണ്. ബിയുടെ അറ്റോമിക് നമ്പർ 4 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 എന്നാണ് ഇരിക്കുന്നത്. ലീസ്റ്റ് എനർജി പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ 2 ഇലക്ട്രോണുകൾ ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തോന്ന് വരുന്നത്, ക്ലോറിൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കോവാലൻ്റ് കോമ്പൗണ്ട് BeCl2 എന്ന് പറയുന്ന കോവാലൻ്റ് കോമ്പൗണ്ടിൽ വാലൻസ് മോൾ തിയറം അനുസരിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്,
ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ആയിരിക്കുന്ന ഒരു ഇതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാഫ് ഫിൽഡ് സ്റ്റേജിലായിരിക്കുമ്പോൾ മാത്രമേ അതിന് പുതിയ ഫോർമേഷൻസ്, പുതിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ പുതിയ ഇലക്ട്രോണുകളായിട്ട് ചേരാനായിട്ടുള്ള ഇലക്ട്രോണുകളായിട്ട് ചേരാനായിട്ട് പറ്റുകയുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 2s ഒരു ഇലക്ട്രോൺ ഇവിടുത്തെ 2p 3 എണ്ണം ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ക്ലോറിനെ ഇങ്ങോട്ട് എടുക്കാം. ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p5 എന്നെടുക്കുക. അപ്പോൾ അവിടെ എന്താണ് ലാസ്റ്റിലത്തെ വന്ന് 3p5 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്ലോറിൻ്റെ അവിടെ നിന്നുള്ള എന്ത് ചെയ്യും? ഈ പിയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ചെല്ലും. 3pയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ചെല്ലും. അപ്പം നമ്മൾ ബെറീലിയം അല്ലേ, ഈ ബെറീലിയം ഇവിടെ എഴുതാൻ പറ്റും. ബെറീലിയം ഇവിടെ ഒരു ക്ലോറിൻ്റെ ഇലക്ട്രോൺ, ഇവിടെയും ഒരു ക്ലോറിൻ ഇലക്ട്രോണായിട്ട് വന്നേക്കുകയാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എസ് ഓർബിറ്റലിൽ ക്ലോറിൻ്റെ പി ഓർബിറ്റലുമായിട്ടുള്ള ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാനിവിടെ എഴുതി SP എന്നെഴുതി. ഓക്കെ. ഇനി അടുത്തതോ, ഇവിടെ പി ഓർബിറ്റൽ ഇവിടുത്തെ പി ഓർബിറ്റലുമായിട്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ PP. അപ്പോൾ ബെറീലിയത്തിൻ്റെ പി ഓർബിറ്റലും ക്ലോറിൻ്റെ പി ഓർബിറ്റലും, ഇവിടെ ബെറീലിയത്തിൻ്റെ S ഓർബിറ്റലും ക്ലോറിൻ്റെ പി ഓർബിറ്റലുമായിട്ടാണ് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് SP-യും കിട്ടുന്നു, PP-യും കിട്ടുന്നു. ഇതനുസരിച്ച് ഇതൊരു തിയറം അനുസരിച്ച് TPക്കാണ് എനർജി കൂടുതലായിട്ടുള്ളത്. അപ്പം അത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ SP PP എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി ലെവലിൽ വ്യത്യാസം വരികയില്ലേ. അപ്പോൾ ആ എനർജി ലെവലിൽ വ്യത്യാസം വരുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ആഫ്റ്റർ എഫക്റ്റിൽ ഇത് എല്ലാം ഒരേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SP-യും PP-യും കൂടി എന്ത് ചെയ്യും? ഒരു മിക്സിക്കകത്തൊരു ജാറിലിട്ട് പരസ്പരം ഇങ്ങനെ അടിച്ചങ്ങ് എടുത്തിട്ടിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു രണ്ടിൻ്റെയും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു സംഗ്രഹണം എന്ന് പറഞ്ഞാൽ ഊർജത്തിലും ആകൃതിയിലും തുല്യമായ രീതിയിലുള്ള ഇലക്ട്രോൺ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഓർബിറ്റലിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അപ്പം എസിൻ്റെ ആകൃതി എന്താണ്? ഗോളാകൃതി. പി ഡംബലിൻ്റെ ആകൃതിയാണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടും എന്നറിയോ? ഇതിൻ്റെ ഈ ഡംബലിൻ്റെ ആകൃതി വിത്ത് ഈ എസ് ആകൃതിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് പരസ്പരം റീക്രിയേറ്റ് ചെയ്ത് തരും, പുനർവിന്യസിച്ച് തരും. മനസ്സിലായോ? അപ്പോൾ എത്ര ഓർബിറ്റൽ എസും പിയും കൂടി 2 എണ്ണം അല്ലേ, അതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് 2 തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെയാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എസ് പി വരും, ഇവിടെ പിയും വരും. അപ്പോൾ ഇതിനകത്ത് എനർജി ലെവലിലുള്ള വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ പരസ്പരം കൂടിക്കലർന്ന് എന്ത് ചെയ്യുന്നു? ഊർജത്തിലും ആകൃതിയിലും ഒരുപോലെയുള്ള എന്തോ ചെയ്യുന്ന ഓർബിറ്റലുകൾ രൂപീകരിക്കപ്പെടുന്നു. ഇവിടെ 1, 2 ഓർബിറ്റലുകൾ പരസ്പരം ചേർന്ന് റീക്രിയേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടൻ്റ് കിട്ടുന്ന ഓർബിറ്റലും 2 എണ്ണം തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ബേരിയം ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു 2 എണ്ണം നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺ അല്ലായിരുന്നോ? എസിൻ്റെ ഇവിടെ ഒരെണ്ണം പിയുടെ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 എണ്ണമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ പിക്കകത്ത് വന്ന് ഒരു ഇലക്ട്രോൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എസ് പി. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇവിടെയും ഹാഫ് ഫിൽഡ് ആയിട്ട് 2 ഇങ്ങനെ നിൽക്കും. മനസ്സിലായ? ആ സമയത്താണ് നമ്മുടെ ക്ലോറിൻ ഇങ്ങോട്ട് വരുന്നത്. ക്ലോറിൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഇതുമായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരെണ്ണം രൂപീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ എന്നിട്ട് രൂപീകരിച്ചു.
ഇതിനെ ഇവിടെ ഒരു ഇലക്ട്രോണായിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പരസ്പരം തമ്മിൽ ബോണ്ടിങ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു, ഹാഫ് ഫീൽഡ് സ്റ്റേറ്റൊക്കെ മാറി ഇത് രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഇങ്ങനെ ചേരുന്ന സമയത്ത് എസ്സും പിയും അല്ലേ, എസ്സിന് 50% ഈ പുതിയ റിസൾട്ടൻ്റായിട്ട് കിട്ടുന്ന ഈ ഓർബിറ്റലിന് എസ്സിൻ്റെ 50% സ്വഭാവവും പിയുടെ 50% സ്വഭാവവും ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആംഗിളും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സങ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സങ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ആ രസതന്ത്ര സങ്കല്പത്തിൽ എന്ത് ചെയ്യും? ഊർജത്തിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത ഓർബിറ്റലുകൾ പുനർവിന്യസിക്കുന്നതിലേക്കായി പരസ്പരം കൂടിക്കലരുകയും ഊർജത്തിലും ആകൃതിയിലും ഒരുപോലെയുള്ള പുതിയ ഓർബിറ്റലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഇനി ഇതുപോലുള്ള കുറേ എക്സാമ്പിൾസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള കൂടുതൽ നമുക്ക് പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇനി പഠിക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം.